ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ ഓഫീസിലേക്ക് വന്ന കളക്ട്രേറ്റിലേക്ക് എത്തിയ ADMന്റെ ഒരു പരിചയക്കാരൻ അയാളുടെ പുതുതായി വാങ്ങിച്ച ആ സ്ഥലത്ത് നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉടനെ തന്നെ അതിനുള്ള നിർമ്മാണം എപ്പോൾ നടത്താൻ സാധിക്കും എന്ന അയാളുടെ ചോദ്യത്തിന് അപ്പോഴേക്കും ജോൺ അബ്രഹാം നൽകിയ മറുപടി അത് അത്ര വേഗമൊന്നും ആ സ്ഥലത്ത് പണി നടക്കില്ല എന്നും അതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വരണമെന്നും സർക്കാരിന് ഫണ്ട് വരാതെ അവിടെ ഒരു പ്രവർത്തികളും നടക്കില്ല എന്ന് അറിയിച്ചു. അതിന് എന്നാണ് സാർ വരിക എന്ന അയാളുടെ ചോദ്യത്തിന് അതിനുള്ള ഉത്തരം ഞാനല്ല, അതിനുള്ള ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ കളക്ടർ ശാലിനി മേഡമാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അകത്തേക്ക് ചെല്ലുകയാണ് ജോൺ അബ്രഹാം ക്യാബിൽ ശാലിനിയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫോണിൽ അവിടുത്തെ ശുചിത്വ മിഷൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ വിളിച്ച് ശാലിനി സംസാരിക്കുകയായിരുന്നു. ഇതാണോ ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് പ്രവൃത്തികളാണ് നിങ്ങൾ നടത്തുന്നതെന്നും നിങ്ങളുടെ കീഴിൽ നടക്കേണ്ടിയിരിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി നടക്കാതിരിക്കുമ്പോൾ ആ പ്രോഗ്രാം എങ്ങനെയാണ് വിജയിക്കുക എന്നും താൻ ചിന്തിച്ചതും താൻ കരുതിയതുമായിട്ടുള്ള പ്രോഗ്രാം ഇതായിരുന്നില്ല എന്നുമെല്ലാം ശാലിനി അവരെ വാൺ ചെയ്യുകയും ഇനിയെങ്കിലും അത് വ്യക്തമായ രീതിയിൽ സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കണമെന്നും ഇത് വെറുതെ പണം സമ്പാദിക്കാനായിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രോഗ്രാം അല്ല എന്നും ശാലിനി അവരെ വാൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ADM അവിടേക്ക് എത്തിയത്. ഉടനെ ADMനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അപ്പോഴേക്കും അനുപല്ലവിയെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ സമയം എന്താണ് ജോൺ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ജോൺ പറഞ്ഞു, ശരിയാണ് മേഡം, തീർച്ചയായിട്ടും ശരിയാ മേഡം, ഈ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിലേക്ക് ഫയൽ കൊടുത്തതും അത് നോക്കിയിട്ട് ശാലിനി ചോദിച്ചു, അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ഒരു സഹായത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ അവരെല്ലാവരും ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും ADM പറഞ്ഞു, തീർച്ചയായിട്ടും മാഡം, അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നറിയിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ഇത് പൂർണ്ണമായും അങ്ങനെയുള്ള ആളുകളാണെന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? ഇതിൽ പലരും അതിനേക്കാൾ ഏറെ നല്ല ആസ്തിയോടുകൂടി ജീവിക്കുന്ന പലരും ഇതിനുള്ളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ജോൺ പറഞ്ഞു, മാഡം, ഇങ്ങനെ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പൂർണ്ണമായും കൃത്യമായി അതിൽ പറയുന്ന രീതിയിൽ മാനദണ്ഡങ്ങളുള്ള ആളുകളെ തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമായ കാര്യങ്ങളല്ലല്ലോ മാഡം. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആളുകൾ ഇതിൽ രണ്ടോ പേരല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഒരിക്കലും അത് അംഗീകരിക്കാതെ ആ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടാതെയുള്ള ആളുകൾ അത് ഏത് പദ്ധതിയിലാണെങ്കിലും അങ്ങനെ വരുമല്ലോ മാഡം എന്നായിരുന്നു ADMന്റെ ചോദ്യം. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അങ്ങനെ ഏത് പദ്ധതിയിലും വരുന്നത് പോലെയല്ല ഇതിൽ ഈ ഫയൽ ഞാൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന എല്ലാ ഉപഭോക്താക്കളും ഇതിൽ പറയുന്ന ആ മാനദണ്ഡങ്ങൾ കൃത്യമായി അംഗീകരിക്കപ്പെടുന്ന ആളുകളായിരിക്കണം, അല്ല എങ്കിൽ ഒരിക്കലും ഇല്ല എന്ന് ശാലിനി പറഞ്ഞ് ആ ഫയൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് കേട്ട് എന്ന ADM പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും നിയമം നോക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കാര്യത്തിലും ആയിക്കൂടെ എന്നതായിരുന്നു ശബ്ദം താഴ്ത്തിയുള്ള ADMന്റെ ചോദ്യം. അത് കേട്ടതും ശാലിനി ചോദിച്ചു, എന്താ ജോൺ എന്താ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല മേഡം, എല്ലാ കാര്യത്തിലും നിയമം കൃത്യമായി അനുശാസിക്കുന്ന മേഡം, ഒരു കാര്യം മേഡത്തിന്റെ വീട്ടിൽ തന്നെ നടക്കുന്ന മേഡത്തിന്റെ മദറിൻലോ നടത്തുന്ന ആ ചിട്ടി കമ്പനി ഉണ്ടല്ലോ, ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പലിശയ്ക്ക് പണം കൊടുക്കൽ പരിപാടി, അത് കൃത്യമായി ലൈസൻസോടുകൂടി ഉള്ളതാണോ മേഡം? അങ്ങനെ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശാലിനിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് കേട്ട ആ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ ശാലിനി ആകെ പ്രശ്നത്തിലാകുന്നു. സത്യാമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിട്ടി കമ്പനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യാമ്മയുടെ നേതൃത്വത്തിലുള്ള സത്യാമ്മയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പണം പിരിവ്, ആ പലിശയ്ക്ക് പണം കൊടുക്കൽ, ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ ശാലിനി കുഴപ്പത്തിലായി. അപ്പോഴാണ് സത്യാമ്മയെ കാണുവാനായി വീട്ടിലേക്ക് കൃഷ്ണൻകുട്ടി എന്ന ആ കടക്കാരൻ എത്തിച്ചേർന്നത്. അയാൾ വീട്ടിലേക്ക് കയറി വന്നതും എന്താ വേണ്ടതെന്ന് അടുത്ത് നിന്ന് പിള്ളച്ചേട്ടൻ അന്വേഷിച്ചു. അതിനിടയിൽ പൊന്നിയുടെ കയ്യിൽ പൊന്നി പിള്ളച്ചേട്ടൻ കണക്ക് നോക്കുമ്പോൾ എന്തു പറ്റി, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ പിള്ളച്ചേട്ടാ എന്നൊക്കെ ചോദിച്ചതിപ്പം പൊന്നി, നീ കഴിഞ്ഞ മാസം ഒരു 5000 രൂപ അഡ്വാൻസ് ആയി മേടിച്ചല്ലോ എന്ന് ചോദിച്ചതും അത് ഞാൻ മേടിച്ചിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ മാസത്തെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ആദ്യം അത് തിരികെ എടുത്തിട്ടാണ് ബാക്കിയായി എനിക്ക് തന്നത്, അത് മറക്കണ്ട എന്ന് പിള്ളച്ചേട്ടനെ ആ നിമിഷം പൊന്നിയും ഓർമ്മിപ്പിച്ചു. അതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കൃഷ്ണൻകുട്ടി അകത്തേക്ക് കയറി വന്നത്. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യാമ്മയെ കാണാനാണെന്ന് അയാൾ മറുപടി നൽകി.
ഉടനെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അത് സത്യാമ്മയോട് പറയാനാണെന്ന് പറയുമ്പോഴേക്കും സത്യഭാമ വാതിക്കലേക്ക് എത്തി. ആഹാ, ഇങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ച് സത്യാമ്മ അരികിലേക്ക് വന്നതും കൃഷ്ണൻകുട്ടി പറഞ്ഞു, സത്യാമ്മയെ വന്ന് കാണാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ എന്ന് അയാൾ പറഞ്ഞത് കേട്ട് സത്യഭാമ പറഞ്ഞു, അങ്ങനെ കാണാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല കൃഷ്ണൻകുട്ടി. ഞാൻ പലപ്പോഴായിട്ട് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. പണം കൃത്യമായി നൽകുക, അതിനപ്പുറത്ത് മറ്റൊന്നും ഞാൻ സമ്മതിക്കില്ല. പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം കൃത്യമായി നൽകിയിരിക്കണം. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷ്ണൻകുട്ടിയോട് ദേഷ്യപ്പെടുന്ന സത്യഭാമയോട് കൃഷ്ണൻകുട്ടി പറഞ്ഞു, സത്യാമ്മേ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി, ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ചെലവിന് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ ചോദിക്കുന്നത്. കുറച്ച് ദിവസം കൂടി, 1 മാസം കൂടി എനിക്കൊരു ഇളവ് തരണം എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, ഇല്ല, താൻ ഈ പറയുന്നതല്ല പച്ചക്കള്ളമാണ്. താൻ പലപ്പോഴായി എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുള്ള ആളല്ലേ. തന്നെ എനിക്കറിയാത്തതല്ലോ. അതുകൊണ്ട് 2 ദിവസം ഞാൻ തരും. ആ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് നൽകാനുള്ള മുതലെങ്കിലും താൻ തിരിച്ചു നൽകിയിരിക്കണം. ഇല്ല എങ്കിൽ അറിയാവല്ലോ ശിവന്റെ സ്വഭാവം തനിക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ശിവൻ അങ്ങ് വരും. പിന്നെ ശിവനായിരിക്കും പണത്തിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതിന് ശിവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയുമില്ല എന്ന് ദേഷ്യത്തോടെ സത്യാമ്മ പറയുമ്പോൾ അത് കേട്ട കൃഷ്ണൻകുട്ടി ആകെ സങ്കടത്തിലായി. ഉടനെ സത്യാമ്മ അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും കൃഷ്ണൻകുട്ടി ആകെ വേദനയോടെ പിള്ളച്ചേട്ടനെ നോക്കി. ഉടനെ പിള്ളച്ചേട്ടൻ പറഞ്ഞു, അതെ, പണം വാങ്ങിക്കുമ്പോഴുള്ള അതേ താല്പര്യം തിരിച്ചു കൊടുക്കാനും ഉണ്ടാക്കണം, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു, അത് പിന്നെ എൻ്റെ അവസ്ഥ ഒന്ന് പറയുവോ സത്യാമ്മയോട് എന്ന് ചോദിച്ചപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, എത്രയും വേഗം ഈ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ നോക്കിക്കോ, അതാ നല്ലത്. അല്ല എങ്കിൽ പ്രശ്നത്തിലാകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടിയോട് പൊയ്ക്കോളാനായിട്ട് അറിയിച്ചു. ഉടനെ ആകെ സങ്കടത്തോടെ കൃഷ്ണൻകുട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഇതുപോലൊരു 10 പേരുണ്ടായാൽ മതി നമ്മുടെ സ്ഥാപനം പൂട്ടിപ്പോകാനായിട്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടനും പൊന്നിയും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ശിവനുള്ള ഭക്ഷണം റെഡിയാക്കി ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന റാണിയും ചന്ദ്രയും ആ കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചന്ദ്ര പറഞ്ഞു, എടി, ഇതൊന്നും ഏട്ടന് ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല. ഏട്ടന് ഒരല്പം എരിവും പുളിവും ഒക്കെ വേണം. അതാണ് ഏട്ടന് താല്പര്യം. ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ശിവനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. റാണി പറഞ്ഞു, അത്തരം ഭക്ഷണങ്ങളൊക്കെ കുറച്ചേ കൊടുക്കാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അതുകൊണ്ടാ ഇപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് റാണി ശിവനുള്ള ഭക്ഷണം എടുത്തു വെക്കാൻ ചന്ദ്രയോട് പറഞ്ഞതും ശിവൻ ചോദിച്ചു, എന്താ രണ്ടുപേരോട് എന്നെ കുറിച്ചാണല്ലോ സംസാരമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ, അതേ ഏട്ടാ, ഏട്ടനുള്ള ഭക്ഷണം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് റാണിയാണ്. അത് അവളുടെ സ്വന്തം കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള വിഭവങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം വന്ന് നോക്കിയിട്ട് ശിവൻ ചോദിച്ചു, ആഹാ, അത് കൊള്ളാലോ, ഇതെന്താ ചീരയോ? ചീരയും മുരിങ്ങയും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട് ഏട്ടാ എന്ന് പറഞ്ഞു. ഉടനെ ശിവൻ ചോദിച്ചു, അങ്ങനെയാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ വായിക്കൊരല്പം പുളിയും എരിവും ഒക്കെ ഉള്ള തിന്നണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയി കഴിക്കണമെന്ന് സാരമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും റാണി പറഞ്ഞു, ശിവേട്ടാ, ഇനി കുറച്ച് നാളത്തേക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിപ്പൊന്നും വേണ്ട കേട്ടോ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. മാത്രമല്ല, അവര് ഈ ടേസ്റ്റ് ഉണ്ടാകാനായിട്ടേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവർക്ക് ടേസ്റ്റ് തോന്നാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഉള്ള പാചകമൊന്നും അല്ല ഈ കടകളിൽ ഉണ്ടാക്കുന്നത്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് വീണ്ടും അവിടെ വന്ന് കഴിക്കാനുള്ള താല്പര്യം തോന്നാനായിട്ട് അവർ കൂടുതലും അതിൽ ഉൾപ്പെടുത്തുന്നത് എണ്ണയാണ്. അത്രയും എണ്ണ അവരതിൽ ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. എന്നാൽ ആ എണ്ണ ശിവേട്ടന് ഒട്ടും പാടില്ലാത്തതുവാ. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ശിവേട്ടൻ തൽക്കാലം പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിപ്പ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞതും ഉടനെ ഭക്ഷണം കഴിക്കാനായിട്ട് ശിവൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, അയ്യോ, ഭക്ഷണത്തിന് മുമ്പുള്ള ആ ഗുളിക കഴിച്ചു ഏട്ടാ എന്ന് ചോദിച്ചപ്പോ റാണി പറഞ്ഞു, ഇല്ലല്ലോ, ഏട്ടൻ കഴിച്ചില്ലല്ലോ എന്ന് റാണി ചോദിച്ചതും ഉടനെ ശിവൻ പറഞ്ഞു, എടി, അത് കഴിച്ചിട്ടാണേലും കഴിക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോ, അത് പറ്റില്ല, ദേ റാണി, നീ നോക്കിക്കോണം കേട്ടോ, ഒരു ഉരുള പോലും ഏട്ടൻ കഴിക്കാതെ എന്ന് പറഞ്ഞ് റാണി ഏർപ്പാട് ചെയ്ത് ചന്ദ്രവേഗം മരുന്നെടുക്കാനായി പോയപ്പോ റാണി പറഞ്ഞു, ശിവേട്ടാ, ഭക്ഷണമൊന്നും കഴിച്ചേക്കല്ലേ, ഒരു ഉരുള പോലും എടുത്തേക്കല്ലേ, അവൾ എന്നെ വെച്ചേക്കുവല്ല എന്ന് പറഞ്ഞ് റാണി ശിവന് കുടിക്കാനായി വെള്ളം എടുത്തു വെക്കുന്നു. ഈ സമയത്താണ് അവിടേക്ക് മഹേന്ദ്രന്റെ കാറ് മുറ്റത്തേക്ക് വന്ന് നിന്നത്. കാർ വന്ന് നിന്നതും കാറിൽ നിന്ന് സ്വാമി വേഗം തന്നെ ഇറങ്ങി ശിവന്റെ ഊണു മേശയ്ക്കരികിലേക്ക് എത്തി. സ്വാമിയെ കണ്ടതും അതിശയത്തോടെ ശിവൻ ചോദിച്ചു, ഇതാരാ, സ്വാമിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താ ശിവൻ കുഞ്ഞെ, എന്നെ മറന്നോ എന്ന് ചോദിച്ചു. ശിവൻ കുഞ്ഞിന് സുഖമില്ലാന്നൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ല, എങ്ങനെയാ ഇവിടേക്ക് എത്തിയത്? അച്ഛൻ അറിയാതെയാണോ? എന്താ നേരിട്ടേക്ക് പോകുന്നതാണോ, അതോ ഏതെങ്കിലും രീതിയിൽ ഇവിടെ എത്തിയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോ, അതെന്താ കുഞ്ഞ് അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവൻ, അച്ഛനെ കൊല്ലാൻ നടക്കുന്നവൻ
അങ്ങനെയുള്ളൊരു വിളിപ്പേരാണല്ലോ എനിക്കിപ്പോഴുള്ളത്. ആസരിക്ക് എന്നെ കാണാൻ വരുന്നവർ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരാണ്. അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞതും. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഇവിടെ എന്റെ കൂടെ അച്ഛനും വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര എവിടേക്ക് എത്തിയതും ചന്ദ്ര ചോദിച്ചു, അല്ല ഇതാരാ, സ്വാമിയോ? സ്വാമിയെങ്കിൽ ഇവിടുത്തെ പേഷ്യന്റിനെ കാണാൻ വന്നതാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വന്നോടായിരുന്നോ എന്ന് ചോദിച്ചതും. അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാ, ഞാൻ തനിച്ചല്ലല്ലോ വന്നിരിക്കുന്നത്, ഞാനല്ലല്ലോ കാറ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതും. അതെന്താ, അച്ഛൻ കൂടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നല്ലാതെ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കൈ വീശി പോന്നത് എന്ന് സ്വാമി പറഞ്ഞതും പെട്ടെന്ന് ശിവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അച്ഛനെന്താ അകത്തേക്ക് കയറി വരാത്തത് എന്ന് ചോദിച്ചപ്പം, എന്റെ കുഞ്ഞെ, അതിന് ഞാൻ എന്ത് പറയാനാ? ഉടനെ ശിവൻ പറഞ്ഞു, അതെ, എനിക്ക് അച്ഛനെ ഒന്ന് പോയി കാണണം. അച്ഛന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനെ കൊല്ലാൻ നടക്കുന്ന മകനാണെന്നുള്ള ധാരണയാണ് അച്ഛന്റെ മനസ്സിൽ. അത് ആ സോമശേഖരൻ മനഃപൂർവ്വം കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. അത് ആ സജീവൻ എന്ന ആ വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് കള്ളസാക്ഷി പറയിച്ചിട്ട്. അതുകൊണ്ട് അത് അച്ഛനോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛന്റെ മനസ്സിലെ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ശിവൻ വേഗം തന്നെ മഹേന്ദ്രനെ കാണുവാനായി പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് മഹേന്ദ്രൻ കാറിലിരിക്കുന്ന കണ്ട് ശിവൻ അരികിലേക്ക് എത്തി ഡോറ് തുറന്നതും മഹേന്ദ്രനെ കണ്ടിട്ട് ശിവൻ പറഞ്ഞു, അച്ഛൻ ഇറങ്ങി വാ. അച്ഛൻ എന്താ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അരികിലേക്ക് എത്തി ചന്ദ്ര പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ദാ കഞ്ഞി വിളമ്പി വെച്ചിരിക്കുക, അച്ഛൻ വാ എന്ന് പറഞ്ഞ് ചന്ദ്രയും വിളിച്ചു. ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, കഞ്ഞി എൻ്റെ വീട്ടിലും ഉണ്ട്, എനിക്ക് അവിടെ പോയി കഴിക്കാം. അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് പേടിക്കേണ്ടതില്ല. ഇവിടുന്ന് കഴിക്കുമ്പോഴേ ഇനി ആ ഭക്ഷണത്തിൽ പോലും എൻ്റെ ജീവൻ എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. ദേ സ്വാമി വരുന്നുണ്ടോ? മര്യാദയ്ക്ക് വണ്ടിയിൽ കയറാൻ നോക്കുക, ഇല്ലേ താൻ ഇതിൽ ഓട്ടോ പിടിച്ച് കയറി വന്നോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല സാറേ ഞാനും വരുമോ എന്ന് പറഞ്ഞ് സ്വാമി വേഗം കാറിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അച്ഛന്റെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകളാണുള്ളത്. അന്ന് ഞാൻ അച്ഛനെ ഒന്നും ചെയ്തതായിരുന്നില്ല. സത്യത്തിൽ ആ സോമശേഖരനാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആ സജീവനെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ചത്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, സ്വാമി താൻ കയറുന്നുണ്ടോടോ എന്ന് ചോദിച്ചു. ഉടനെ മഹേന്ദ്രന് അങ്ങനെ പറഞ്ഞതും ഉടനെ ശിവനോട് പറഞ്ഞു, അയ്യോ കുഞ്ഞ് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, ബാക്കിയൊക്കെ സൗകര്യം പോലെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ മഹേന്ദ്രന്റെ കാറിലേക്ക് സ്വാമിയും കയറി. അങ്ങനെ ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് ശിവനോട് യാത്ര പറഞ്ഞ് മഹേന്ദ്രനും സ്വാമിയും കൂടി അവിടെ നിന്നും മടങ്ങുന്നു. അവർ പോയി കഴിയുമ്പോഴേക്കും ആകെ സങ്കടത്തോടെ അച്ഛന്റെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയായിരുന്നു ശിവന്റെ മനസ്സിലാകെ. എത്ര പറഞ്ഞാലും അച്ഛൻ തന്നെ വിശ്വസിക്കില്ലല്ലോ എന്ന ആ സങ്കടവും ശിവനെ അലട്ടിക്കൊണ്ടിരുന്നു. ശിവനാകെ സങ്കടത്തോടുകൂടി അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് പുറത്ത് ജോലിക്ക് പോയിട്ട് രോഹിത് മടങ്ങിയെത്തുമ്പോൾ അവിടെ ശാരികയുടെ കുഞ്ഞ് കിടന്ന് വല്ലാതെ ബഹളം വെക്കുന്ന ശബ്ദമാണ് കേട്ടത്. കുഞ്ഞിങ്ങനെ കരയുന്നത് കേട്ട് വേഗം തന്നെ അകത്തേക്ക് കയറി വന്ന രോഹിത് നോക്കി. അവിടെയെങ്ങും ശാരിക ഇല്ല എന്ന് മനസ്സിലായി. അല്ല, അയ്യോടാ, ഇതെന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത്? കുഞ്ഞിനെ എന്തിനാണ് നീ കരയുന്നത് എന്നെല്ലാം ചോദിച്ച് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയാണ് രോഹിത്. കുഞ്ഞിനെ കയ്യിലെടുത്തതും വിശക്കുന്നുണ്ടോടാ എന്ന് ചോദിച്ച് അവിടെ ഇരിക്കുന്ന ആ നിപ്പിള് കുപ്പിയെടുത്ത് കുഞ്ഞിനെ കുടിക്കാൻ കൊടുത്തു. പാല് കുടിക്കുന്നത് കൊണ്ട് കുഞ്ഞു പിന്നെ കരച്ചിൽ അവസാനിപ്പിച്ചതും ശാരിക അപ്പോഴേക്കും മുറിയിലേക്ക് കയറി വന്നു. അത് ശരി, കൊച്ചച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാനായിരുന്നോടാ കുഞ്ഞെ നീ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ച് ശാരിക കുശലം ചോദിക്കുമ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതെ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുന്നതേ അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാ. അവർക്ക് ഭക്ഷണം കൊടുത്താലേ പിന്നെ കുട്ടികൾ കരയില്ല എന്ന് പറഞ്ഞ് രോഹിത് കുഞ്ഞിനെ കൊഞ്ചിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ശാരിക അതെല്ലാം കണ്ട് രോഹിത്തിനോട് സംസാരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് ശ്യാമ അകത്തേക്ക് കയറി വന്നത്. അത് ശരി, ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാനേ ഭക്ഷണം വിളമ്പി വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അതെങ്ങനെയാ കാണുക, ഇവിടെ മുറിയിൽ കയറി വന്ന് അടയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോ ശാരികയെ നോക്കി ദേഷ്യത്തോടെ ശ്യാമ പറയുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു, അതെ, ഞാൻ കുഞ്ഞ് കരയുന്നത് കേട്ടപ്പോ വന്നൊന്ന് എടുത്തോ, അത്രേ ഉള്ളൂ, കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് രോഹിത് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, കുഞ്ഞിനെയാണോ അതോ ഇനി വേറെ വല്ലവരും ആണോ കൊഞ്ചിച്ചുകൊണ്ടിരുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞപ്പോ രോഹിത് വേഗം കുഞ്ഞിനെ ശാരികയുടെ കയ്യിലേക്ക് കൊടുത്തു. നീ ഇവിടെ ഇരുന്നുകൊണ്ട് കുഞ്ഞ് കരയുന്നുവെന്നും നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അല്ല, എന്താ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണമെന്ന്
ശ്യാമയോട് ദേഷ്യത്തോടെ രോഹിത് ചോദിക്കുമ്പോഴേക്കും അടുത്ത് നിന്ന് ശാരിക പറഞ്ഞു, ദേ ശ്യാമേ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, വേണ്ടാതീനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയോട് ശാരിക ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്യാമ ചോദിച്ചു, പിന്നെ പിന്നെ ഞാൻ എന്താ ഈ പറയേണ്ടത്, ഞാനിപ്പോ നേരി കണ്ടത് പിന്നെ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, നീ എന്ത് കണ്ടുവെന്നേ പറയുന്നത് എന്ന് ശാരിക ദേഷ്യത്തോടെ ശ്യാമയോട് അന്വേഷിച്ചു. ഉടനെ രോഹിത് പറഞ്ഞു, ദേ ശ്യാമേ, നീ അനാവശ്യം പറയാൻ നോക്കരുത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ആ ഞാൻ എന്ത് അനാവശ്യം പറയാനാ, കാണുന്നതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ രോഹിത് വേഗം ശ്യാമയുടെ കർണത്തടിച്ചു. ദേ തെമ്മാടിത്തരം പറയുന്നതിന് ഒരു അതിരുണ്ട് എന്ന് പറഞ്ഞ് നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് തെമ്മാടിത്തരം വിളിച്ചു പറയാമെന്നും കരുതരുതെന്ന് രോഹിത് ദേഷ്യപ്പെടുമ്പോ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ എന്ന് ചോദിച്ചു. അതേടി, ഇനിയും തല്ലും, ഇമാതിരി വർത്തമാനാണ് നിന്റെ ഈ നാവിൽ നിന്ന് വരുന്നതെങ്കിൽ അവസാനം ഞാൻ ആ നാവ് വരെ വലിച്ചൂരിന്നിരിക്കുമെന്ന് രോഹിത് ദേഷ്യപ്പെടുമ്പോഴേക്കും സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് രോഹിത് പറയുമ്പോ ബഹളം കേട്ട് അവിടേക്ക് ഗോപാലകൃഷ്ണൻ എത്തി. എന്താ എന്താ ഈ ബഹളം, ഇവിടെ രാത്രിയായിട്ടും ഇവിടുത്തെ ബഹളമൊന്നും അവസാനിച്ചില്ലേ, അപ്പുറത്തൊക്കെ ആളുകളുണ്ടെന്നൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അച്ഛാ, ഈ രോഹിത് എന്നെ തല്ലി എന്ന് പറഞ്ഞതും രോഹിത് ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്കും ശാരിക പറഞ്ഞു, അച്ഛാ, കുഞ്ഞിവിടെ കിടന്ന് കരഞ്ഞു, രോഹിത് കുഞ്ഞിനെ എടുക്കാനായിട്ട് ഇവിടേക്ക് വന്നു, കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു, അതാണ് ഇപ്പോ ശ്യാമയ്ക്ക് വലിയ പ്രശ്നമായത്. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുവച്ചാ, ഇങ്ങനെയാണെങ്കിൽ ഞാനും കുഞ്ഞും എങ്ങനെയാച്ചാ ഇവിടെ നിൽക്കുക, ഇവൾക്ക് സംശയരോഗമാണച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്, വലിയേച്ചിയും കുഞ്ഞും ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാനും രോഹിത്തും ഇപ്പതാ ഈ നിമിഷം ഇവിടെ നിറങ്ങും എന്ന് ശ്യാമ വെല്ലുവിളിക്കുമ്പോ രോഹിത് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്, അങ്ങനെ നീ മാത്രം വിചാരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിലും അറിയാം, നിങ്ങൾക്ക് രണ്ട് വെള്ളത്തിലും കാല് കുത്തിയുള്ള സ്വഭാവമാണല്ലോ, അത് അങ്ങനെ അങ്ങ് പോകാനല്ലേ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും എന്റെ വിധി എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്ന കണ്ടപ്പോ ശാരിക വിഷമത്തോടെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, അച്ഛാ, എനിക്കൊരു സഹായമാകുമെന്ന് വിചാരിച്ചിരുന്നവളാണ് ഇപ്പോതാ ഈ സ്വഭാവം കാണിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഞാനും കുഞ്ഞും എങ്ങനെയാച്ചാ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാരിക കുഞ്ഞിനെയും പിടിച്ച് ഗോപാലകൃഷ്ണനോട് തന്റെ വിഷമം പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഗോപാലകൃഷ്ണനും ആകെ സങ്കടത്തിലായി. അപ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും ഹോംവർക്ക് എഴുതി തീർത്ത എന്ന് വിവരം അറിയാനായിട്ട് ശാലിനി അരികിലേക്ക് എത്തിയത്. മക്കൾ രണ്ടുപേരും ഹോംവർക്ക് എല്ലാം പൂർത്തിയാക്കിയെന്ന് ചോദിച്ചപ്പം ചെയ്തു തീർത്തു അമ്മേ, റിവിഷനും കഴിഞ്ഞു, എന്നിട്ട് എത്ര കിട്ടി എന്ന് ചോദിച്ചപ്പം അതെ, എനിക്ക് 70% എന്ന് പപ്പിമോള് പറയുമ്പോ മോൾക്ക് ഉടനെ സത്യം പറഞ്ഞു, എനിക്കും 70% അമ്മേ. രണ്ടുപേരും അങ്ങനെ പറഞ്ഞത് കേട്ട് ശരി, അപ്പോ മിടുക്കികളെ രണ്ടുപേരും, അതെ, രണ്ടുപേർക്കും കൂടി അമ്മ സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ കുട്ടികൾ ചോദിച്ചു, അതല്ലല്ലോ അമ്മ എന്തോ ഒരു കാര്യം കാട്ടിത്തരാമെന്നോ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്താ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ശാലിനി പറയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, സത്യമായിട്ടും അമ്മ പറഞ്ഞു, അമ്മ ഞങ്ങളെ കളിപ്പിക്കുക, പറയമ്മേ, എന്താ അമ്മ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച് കുട്ടികൾ ബഹളം വെച്ചു. ശാലിനി കള്ളച്ചിരിയോടെ മക്കളെ ഇരുവരെയും മാറി മാറി നോക്കുന്നു.